ഹലോ എവരിവൺ, എം ബി ക്ലൗഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിരവധി സബ്സ്ക്രൈബേഴ്സ് വെച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ ആണ് കെ-മാറ്റിൻ്റെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. കെ-മാറ്റ് എക്സാമിന് 40 മാർക്കുള്ള ഒരു സെക്ഷനാണ് GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. നമുക്ക് വളരെ വാസ്റ്റായിട്ടുള്ള ഏരിയ ആണ്. അതുപോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങളും വരുന്ന ഏരിയ ആണ് GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. അപ്പം കാരണം നമുക്ക് ലിമിറ്റ് ചെയ്ത് പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഒരുപാട് വിശാലമായിട്ടുള്ള ഏരിയ ആണ് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ GK ആൻഡ് കറണ്ട് അഫയേഴ്സിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ചില ഏരിയാസിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഈ ഒരു ജനറൽ നോളജ് എന്ന് പറയുമ്പോൾ എന്താണ് ഏരിയ, അതുപോലെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്. അപ്പോൾ അഗെയിൻ ഇവിടെ ജനറൽ നോളജ് എന്ന് പറയുമ്പോൾ അത് വളരെ വാസ്റ്റാണ്. കുറേയധികം ഏരിയാസ് വരുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഈവെൻ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. നമുക്ക് കുറച്ച് ഫോക്കസ് ഏരിയാസ് നോക്കി മുന്നോട്ട് പോകാം. നിങ്ങൾ ആദ്യമായിട്ട് MBA Cloud ചാനൽ കാണുന്നുണ്ടെങ്കിൽ MBA Cloud is an exclusive platform for management അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് കണ്ടന്റ്, സബ്ജക്റ്റ് വീഡിയോസ്, കെ-മാറ്റ് പ്രിപ്പറേറ്ററി വീഡിയോസ്, കേസ് സ്റ്റഡീസ് ഒക്കെ നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അഗെയിൻ കെ-മാറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആളുകളിലേക്കാണ് നമ്മൾ ഈ വീഡിയോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അഗെയിൻ ഇവിടുത്തെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ഫോക്കസ് ഏരിയ വരിക. അഗെയിൻ ജനറൽ നോളജ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ ലിറ്ററേച്ചർ വരുന്നുണ്ട്, ബിസിനസ് ന്യൂസ് വരുന്നുണ്ട്, ജോഗ്രഫി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ റീസെൻ്റ് ആയിട്ടുള്ള ഈവെന്റ് എന്നുള്ള അർത്ഥത്തിലാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. എക്കണോമിക്സ്, കൾച്ചർ, പേഴ്സണാലിറ്റീസ് ഇൻ ന്യൂസ്. പേഴ്സണാലിറ്റീസ് ഇൻ ന്യൂസ് എന്ന് പറയുമ്പോൾ വാർത്തകൾ നിറഞ്ഞിരിക്കുന്ന വ്യക്തികൾ, ബിസിനസ് പേഴ്സണാലിറ്റീസ് ആകാം, പൊളിറ്റിക്കൽ ആകാം, പലതരത്തിലാകാം. പേഴ്സണാലിറ്റീസ് ഇൻ ന്യൂസ് അല്ലെങ്കിൽ അവാർഡ് വിൻ ചെയ്ത ആൾക്കാരൊക്കെ ആകാം. സ്പോർട്സ് ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് സ്പോർട്സ്. കഴിഞ്ഞ വർഷമൊക്കെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട 8ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്പോർട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇങ്ങനെ സയൻസ് ഇൻ എവരിഡേ ലൈഫ്, സയൻസ് എല്ലാ കാര്യങ്ങളും ചോദിക്കാം. ഇങ്ങനെ വളരെ വാസ്റ്റായിട്ടുള്ള പല സെഗ്മെൻറ്റുകൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഒരുപക്ഷെ പ്രിപ്പറേഷനായിട്ട് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എൻ്റെ ഒരു പേഴ്സണൽ തോട്ടിൽ ഇത് ഒന്ന് കറണ്ട് അഫയേഴ്സ് ആണ്. റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് ഈവെൻറ്റുകളൊക്കെ നമുക്ക് വായിച്ചു പോയാൽ കുറച്ച് ഒരുപക്ഷെ നമുക്ക് ഹെൽപ്പ് ചെയ്തേക്കാം. കാരണം മറ്റ് GK എന്ന് പറയുന്നത് വളരെ വലിയൊരു ഡീപ് സീ എന്നൊക്കെ പറഞ്ഞ് വളരെ വിശാലമായിട്ടുള്ള ആഴമേറിയ ഈവെൻറ്റുകളാണ്, ഏരിയ ആണ്. അത് എത്ര വായിച്ചാലും നമുക്ക് തീരണമെന്നില്ല. പക്ഷെ കറണ്ട് അഫയേഴ്സ് ഒരുപക്ഷെ നമുക്ക് കുറച്ച് ഫോക്കസ് ചെയ്ത് പോയാൽ ഒരുപക്ഷെ കിട്ടും. അഗെയിൻ പേഴ്സണാലിറ്റീസ് ന്യൂസും നമുക്ക് കുറച്ച് ട്രൈ ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്. സ്പോർട്സ് ശ്രമിക്കാവുന്ന ഏരിയ ആണ്. ചില ഇമ്പോർട്ടൻ്റ് സ്പോർട്സ് ഈവെൻറ്റുകളൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പോർട്സിൽ നമുക്ക് കുറച്ചുകൂടി സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോ ഏരിയ എടുത്ത് നോക്കാം. ഇപ്പം ഇതിൽ കറണ്ട് അഫയേഴ്സ് അല്ല റീസെൻ്റ് ആയിട്ടുള്ള ഈവെൻറ്റുകൾ എന്ന് പറയുമ്പോൾ ഒരു കഴിഞ്ഞൊരു ഒരു വർഷത്തെ ഈവെൻറ്റുകളാണ് കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത്. കഴിഞ്ഞൊരു 1 ഇയർ ആയിട്ടുള്ള ഈവെൻറ്റുകളെ. പ്രത്യേകിച്ച് ലാസ്റ്റ് ഒരു കെ-മാറ്റ് നടന്നൊരു ജൂലൈ മാസത്തിലാണ്. അതിന് ശേഷമുള്ള 6 മാസം, ജൂലൈ ടു ഡിസംബറുള്ള 6 മാസം അല്ലെങ്കിൽ ജൂലൈ ടു ജാനുവരി ഒക്കെ വരെയുള്ള ഈവെൻറ്റുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറേയും കൂടെയൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാണ് റീസെൻ്റ് ഈവെൻറ്റുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1 ഇയർ അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് വരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം ഇന്നൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ എക്സാമിന് വരത്തുണ്ടാവില്ല. പക്ഷേ ഫെബ്രുവരി 15 വരെയൊക്കെയുള്ള ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഈവെൻറ്റുകളൊക്കെ എക്സാമിന് ചോദിച്ചേക്കാം. കാരണം ഇപ്പോൾ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേനും എക്സാം ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡിയായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഫെബ്രുവരി 15 2024 ഫെബ്രുവരി 15 ശേഷം പുറകോട്ട് ഒരു 6-7 മാസം ഇവൻ ഒരു വർഷം വരെയൊക്കെ പോയാലും തെറ്റില്ല. പല വെബ്സൈറ്റുകളിലും എക്സാം പ്രിപ്പറേറ്ററി വെബ്സൈറ്റുകൾ, അതായത് മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പറേറ്ററി വെബ്സൈറ്റുകളിലൊക്കെ ഓരോ മാസത്തിൻ്റെയൊക്കെ ഉള്ള സമ്മറീസ് ഒക്കെ കിട്ടാറുണ്ട്. അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് പോകുന്നത് നല്ലതാണ്. ഇഗൻ മറ്റൊരു ഏരിയ പലതവണ ചോദിക്കുന്നൊരു ഏരിയ ആണ് ഗ്ലോബൽ ഇൻഡെക്സുകൾ. അതായത് പലതരത്തിലുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള പല റേറ്റിങ്ങുകൾ വരാറുണ്ട്. അപ്പോൾ അതിനൊരു എക്സാമ്പിളോട് ഞാൻ കൊടുക്കുകയാണ് ഇവിടെ. ഒന്ന് ഹാപ്പിനെസ് ഇൻഡെക്സ് ആണ്. ഈ റീസെൻ്റ്ലി വന്നൊരു ഇൻഡെക്സ് ആണ് ഹാപ്പിനെസ് ഇൻഡെക്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലോകത്തെ ഏറ്റവും വലിയ സന്തുഷ്ടരായ ജനത, സന്തോഷമുള്ള രാജ്യങ്ങൾ എന്ന അർത്ഥത്തിൽ ഹാപ്പിനെസ് ഇൻഡെക്സ് എല്ലാ വർഷവും വരാറുണ്ട്. കുറേ വർഷങ്ങളായിട്ട് ഫിൻലൻഡാണ് 1ാം സ്ഥാനത്ത്. ഈ വർഷം മാറ്റം വന്നിട്ടില്ല, ഫിൻലൻഡാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അങ്ങനെ വരാറുണ്ട്. ഫിൻലൻഡ്, ഡെൻമാർക്ക്, ഐസ്ലൻഡ് ഒക്കെ വരാറുണ്ട്. അപ്പം അഗെയിൻ ഫിൻലൻഡാണ് 1ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. ഒരു പക്ഷേ ചോദിക്കാവുന്നതാണ്. റീസെൻ്റ് ആയിട്ടുള്ള ഈവെൻ്റ് ആണ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2023. അത് ഇന്ത്യയുടെ സ്ഥാനം 125 ഓക്കെ, അതാണ് മറ്റൊരു സവിശേഷത. അതിനകത്ത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ തന്നെ ലോകത്ത് ഈ റീസെൻ്റ്ലി വന്നിട്ടുള്ള മറ്റ് ഇൻഡെക്സുകൾ, ഹങ്കർ ഇൻഡെക്സ് ഉണ്ടാവും, ചിലപ്പോൾ ഇന്നോവേഷൻ ഇൻഡെക്സ് ഉണ്ടാവും. അങ്ങനെ പല ഇൻഡെക്സുകൾ സാധാരണ റിലീസ് ചെയ്യാറുണ്ട്.
കറക്ഷൻ ഇൻഡെക്സുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ അങ്ങനെ ഗ്ലോബൽ ഇൻഡെക്സുകൾ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ആരാണ് ലീഡ് ചെയ്യുന്നത്, അഗൈൻ അതിൽ ഇന്ത്യയുടെ പൊസിഷൻ ഏതൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്ത് നല്ലതാണ്. ഗ്ലോബൽ ഇൻഡെക്സ് പോലെ തന്നെ നാഷണൽ വൈഡ് ആയിട്ടുള്ള ചില ഇൻഡെക്സുകളൊക്കെ നീതി ആയോഗിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നീതി ആയോഗ് റിലീസ് ചെയ്യുന്ന മറ്റ് ചില റേറ്റിങ്ങുകൾ റാങ്കിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതും ഒന്ന് റീസെൻ്റ്ലി ഉള്ളതൊക്കെ അതിൽ ഓരോ സംസ്ഥാനങ്ങളെയാണ് റേറ്റ് ചെയ്യുന്നത്. അപ്പം കേരളത്തിന് ചില ഇമ്പോർട്ടൻ്റ് ആയി കിട്ടുന്ന റേറ്റിങ്ങുകൾ മറ്റു ചില സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന റേറ്റിങ്ങുകളൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ റേറ്റിങ്ങുകൾ ഒക്കെ ഒന്ന് മനസ്സിലാക്കുന്നതല്ലാണ്. അത് ഇന്ത്യയിൽ ഏറ്റവും വ്യാവസായിക സൗഹൃദ സംസ്ഥാനം ഏതാണ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഫ്രണ്ട്ലി ആയിട്ടുള്ള സംസ്ഥാനം ഏതാണ്, സിറ്റി ഏതാണ്, അങ്ങനത്തെ രീതിയിലുള്ള ചില റേറ്റിങ്ങുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം അങ്ങനത്തെ റാങ്കിങ് റേറ്റിംഗ് ഗ്ലോബൽ ഇൻഡെക്സുകളൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. അത് പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതാണ്. അഗെയിൻ മറ്റൊരു ഫോക്കസ് ഏരിയ കറണ്ട് അഫയേഴ്സിൽ വരുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് നമുക്ക് നോക്കാം. 2 വർഷത്തേക്ക് പോയാലും കുഴപ്പമില്ല, പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും നമുക്ക് നോക്കുവാകാം. ഗ്ലോബൽ ചില ഫാക്ട്സുകളൊക്കെ രാജ്യങ്ങളെ പറ്റിയോ പോപ്പുലേഷനെ പറ്റിയോ, അപ്പോൾ അങ്ങനെ കുറച്ച് ഗ്ലോബൽ ഫാക്ട്സുകൾ, പ്രത്യേകിച്ച് ഏതെങ്കിലും ഫാക്ട്സുകളൊക്കെ റീസെൻ്റ്ലി അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നല്ലതാണ്. അതും ഈ പറയുന്ന GK കറണ്ട് അഫയേഴ്സിനകത്ത് വരാവുന്നതാണ്. ഇപ്പോൾ റീസെൻറ്റ് ബഡ്ജറ്റ് 2024 ബഡ്ജറ്റിലുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒക്കെ ഒരുപക്ഷെ ചോദിക്കാം. നമ്മുടെ മിനിസ്ട്രിയിലുള്ള പുതിയ ആളുകൾ, മിനിസ്ട്രിയിൽ മിനിസ്റ്റേഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലോബൽ പേഴ്സണാലിറ്റീസ് ഉണ്ട്, നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം അതിൽ ബിസിനസ് പേഴ്സണാലിറ്റി ഉണ്ട്, അതർ പേഴ്സണാലിറ്റീസ് ഉണ്ട്. അങ്ങനെ ഗ്ലോബലി ശ്രദ്ധിക്കപ്പെട്ട പേഴ്സണാലിറ്റീസിനെയൊക്കെ ഒന്ന് വാച്ച് ചെയ്യുന്ന നല്ലതാണ് 2023 പ്രത്യേകിച്ച്. ഇപ്പോൾ ഇവിടെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യം ടൈംസ് മാഗസിൻ എല്ലാ തവണയും പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് ഓരോ വ്യക്തികളെ തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പം 2023 ടൈംസ് മാഗസിൻ്റെ പേഴ്സൺ ഓഫ് ദി ഇയർ ടൈലർ സ്വിഫ്റ്റ് ആണ്. അപ്പം ഇത് ഒരുപക്ഷെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാകാം. ടൈംസ് മാഗസിൻ്റെ മറ്റ് അവാർഡുകൾ ഹീറോസ് ഓഫ് ദി ഇയർ, പേഴ്സൺ ഓഫ് ദി ഇയർ, സ്പോർട്സ് പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിസിനസ് കോണ്ടെക്സ്റ്റ് നോക്കുമ്പോൾ CEO ഓഫ് ദി ഇയർ സാം ആൾട്ട്മാൻ, ഓപ്പൺ എയുടെ CEO സാം ആൾട്ട്മാൻ ഒരുപാട് മാധ്യമ ശ്രദ്ധ നേടിയൊരു വർഷമാണ് 2023. അദ്ദേഹം ആദ്യം കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുകയുണ്ടായി, വീണ്ടും അദ്ദേഹം മറ്റൊരു കമ്പനി ജോയിൻ ചെയ്യുകയുണ്ടായി, വീണ്ടും തിരിച്ചു വരികയുണ്ടായി. അപ്പോൾ തിരിച്ചു വന്ന ശേഷം വീണ്ടും അദ്ദേഹത്തെ പിരിച്ചുവിട്ട ബോർഡ് മെമ്പേഴ്സിനെ അദ്ദേഹം തന്നെ സാക്ക് ചെയ്യുകയുണ്ടായി. അങ്ങനെ ഒരുപാട് മാധ്യമ ശ്രദ്ധ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയ ഒരു വ്യക്തിയാണ് സാം ആൾട്ട്മാൻ. അതുപോലെ തന്നെ ഓപ്പൺ എ ഗ്ലോബലി ഒരുപാട് ശ്രദ്ധിക്കപ്പെടുകയും കൂടെ ചെയ്തൊരു വർഷം കൂടെയാണ്. അപ്പം അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എഗെയിൻ AI റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് പല കാര്യങ്ങളും ഈ വർഷത്തെ ഇമ്പോർട്ടൻ്റ് ആണ്. ChatGPT അടക്കമുള്ള ChatGPT കോമ്പീറ്റ് ചെയ്യാനായിട്ട് മറ്റ് പല ഓൺലൈൻ മറ്റ് കോമ്പറ്റേറ്റേഴ്സ് ഇറങ്ങിയ ഒരുപാട് AI ടൂൾസുകളൊക്കെ ഉണ്ട്. പുതിയ AI ടൂൾസുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ടിരുന്നത് നല്ലതാണ്. അപ്പം സാം ആൾട്ട്മാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അദ്ദേഹമൊക്കെ ഒരുപക്ഷെ ന്യൂസിലൊക്കെ വന്നുകൊണ്ട് ഒരുപക്ഷെ ചോദ്യത്തിലേക്ക് വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് പേഴ്സണാലിറ്റിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ AI പ്ലാറ്റ്ഫോമിലൂടെ ഗൂഗിളിൻ്റെ ഏറ്റവും പുതിയ AI പ്ലാറ്റ്ഫോമാണ് ജെമിനി. അപ്പം അതൊക്കെ വേണമെങ്കിൽ ഒരുപക്ഷെ ചോദിക്കാം. അപ്പം അതുപോലെ ജെമിനി വേർഷൻ നിലവിൽ ജെമിനി 1.5 ആണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ പുതിയ AI റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് പല കമ്പനികളും AI പ്രൊഡക്ട്സുകളൊക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു ന്യൂസ് ആംഗിളിൽ നോക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടാവുന്നതാണ്. ഇനി മറ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയാസിലേക്ക് വരുമ്പോൾ സ്പോർട്സിൽ കഴിഞ്ഞ വർഷത്തെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ക്രിക്കറ്റ് വേൾഡ് കപ്പാണ്. നമുക്കറിയാം ഇന്ത്യ റണ്ണറപ്പ് ആയിരുന്നു. എഗെയിൻ ഓസ്ട്രേലിയയാണ് ചാമ്പ്യന്മാരായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മറ്റ് ആ ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ടോപ്പ് സ്കോറർ ആരാണ്, മാൻ ഓഫ് ദ ടൂർണമെൻറ്റ്, പേഴ്സൺ ഓഫ് ദ ടൂർണമെൻറ്റ് ആരാണ്, ഏറ്റവും കൂടുതൽ വിക്കറ്റ് കിട്ടിയത് ആർക്കാണ്, എഗെയിൻ ISS റൺ വിൻ ചെയ്ത് ആരാണ്, ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ വേൾഡ് കപ്പ് ക്രിക്കറ്റായിട്ട് പ്രതീക്ഷിക്കാം. ബഡ്ജറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എഗെയിൻ ബിസിനസ് പേഴ്സണാലിറ്റി, എഗെയിൻ ഓസ്കാർ 2020 ഈ വർഷത്തെ ഓസ്കാർ അനൗൺസ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ ഓസ്കാറായിട്ട് ഒരു നോക്കാം. എഗെയിൻ നാഷണൽ ഫിലിം അവാർഡ്, അങ്ങനത്തെ അവാർഡുകളൊക്കെ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. കഴിഞ്ഞ വർഷത്തെ നാഷണൽ ഫിലിം അവാർഡ് വളരെ 69ാം നാഷണൽ ഫിലിം അവാർഡ് 2023 നാഷണൽ ഫിലിം അവാർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ ബെസ്റ്റ് ഫീച്ചർ ഫിലിം റോക്കട്രി ആയിരുന്നു. അപ്പം അത് ഒരുപക്ഷെ ചോദ്യമാകാം. ബെസ്റ്റ് ഡയറക്ടർ രണ്ടുപേരും ഷെയർ ചെയ്യുക. ബെസ്റ്റ് ഡയറക്ടർ നിഖിൽ മഹാജനാണ് ബെസ്റ്റ് ഡയറക്ടറായിട്ട് വന്നത്.
അഗെയിൻ മോസ്റ്റ് പോപ്പുലർ ഫിലിമായിട്ട് വന്ന RRR ആണ്. അഗെയിൻ ബെസ്റ്റ് ആക്ടർ അല്ലു അർജുൻ, ബെസ്റ്റ് ആക്ട്രസ് രണ്ടുപേര് ഷെയർ ചെയ്യുന്നുണ്ട്, ആലിയ ഭട്ട് ആൻഡ് കൃതി സനോൺ. ഇപ്പം ഇങ്ങനത്തെ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സുകളൊക്കെ ഒരുപക്ഷെ ചോദിക്കാം, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. മറ്റ് ഫോക്കസ് ഏരിയാസ് കഴിഞ്ഞ വർഷങ്ങളുണ്ടായ പ്രധാനപ്പെട്ട മേജർ അക്വിസിഷൻ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, മനസ്സിലാക്കേണ്ടതാണ്. ഏതെങ്കിലും കമ്പനികൾ മറ്റ് കമ്പനികൾ അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ സിഗ്നിഫിക്കൻ്റ് ആണ്. പുതിയ കമ്പനികളുടെ റോള്, പുതിയ CEO മാറ്റം, അപ്പം അങ്ങനെ ചേഞ്ചസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊജക്ട്സ്, പുതിയ ട്രോണിംഗ് പ്രൊജക്ട്സ്, എഡ്യൂക്കേഷനിലുള്ള പുതിയ പോളിസികൾ, സ്പോർട്സ് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സിനകത്ത് മറ്റ് സിഗ്നിഫിക്കൻ്റ് ഒരു ഈവൻറ്റ് ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ചരിത്രത്തിലാദ്യമായി ഇന്ത്യ ഒരു സിഗ്നിഫിക്കൻ്റ് ആയ നേട്ടം കൈവരിക്കുകയുണ്ടായി. 100 മേളിൽ മെഡൽ, ടോട്ടൽ മെഡൽ ടാലി ഇന്ത്യ 4ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്ത്. മൊത്തം 107 മെഡലുകൾ ഇന്ത്യ കരസ്ഥമാക്കുകയുണ്ടായി. അപ്പം ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പോർട്സ് പേഴ്സണാലിറ്റീസ് ഒന്ന് നോട്ടീസ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അത് സ്പോർട്സിലെ പ്രധാനപ്പെട്ട അവാർഡുകൾ, നാഷണൽ അവാർഡുകൾ, ഖേൽ രത്ന അവാർഡുകൾ, മറ്റ് അർജുന അവാർഡുകൾ, ഈവൻ ഈ റീസെൻ്റ്ലി റിപ്പബ്ലിക് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് റീസെൻ്റ്ലി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിക്ലെയർ ചെയ്ത പത്മ അവാർഡുകൾ, അതൊക്കെ തന്നെ ഒരുപക്ഷെ ഈ ഫോക്കസ് ഏരിയ ആയിട്ട് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ജനറലി വരുമ്പം പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. കൂടുതൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് കുറച്ചുകൂടെ വീഡിയോസ് നമ്മൾ ഇതായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഏരിയാസ് ഒന്ന് പ്രിപ്പയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ്, എസ്പെഷ്യലി GK ഏരിയയിലുള്ള വീഡിയോസ് നമ്മൾ വരും ദിവസങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാ ആശംസകളും, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. അഗൈൻ ഏഷ്യൻ ഗെയിംസ് എവിടെ നടന്നു എന്നുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നതാണ്. ഗാങ്സോ ഇതൊക്കെ ചോദിക്കാം. അടുത്ത ഏഷ്യൻ ഗെയിംസ് എവിടെയാണ്, ഇതൊക്കെ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരാം. സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ എക്സ്ക്ലൂസീവ് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് ഏരിയയിൽ കൂടുതൽ വീഡിയോസ്, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ, അങ്ങനെ സ്പെസിഫിക് ഏരിയയിൽ കൂടുതൽ വീഡിയോസ്, റിലേറ്റഡ് വീഡിയോസ് വേണമെങ്കിൽ, അല്ലെങ്കിൽ മന്ത്ലി എന്തെങ്കിലും കഴിഞ്ഞ 6 മാസത്തെ ഷോർട്ട് മന്ത്ലി ഇമ്പോർട്ടൻറ്റ് ഹൈലൈറ്റ്സുകളായിട്ടൊരു വീഡിയോ വേണമെങ്കിലൊക്കെ നമുക്ക് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റും. വീണ്ടും മറ്റൊരു വീഡിയോ എടുക്കണം, എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ടേക്ക് കെയർ. ബൈ.